ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് എന്നാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ലോകം മുഴുവനും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ലോകം മുഴുവൻ ഇവർക്കെതിരായും ഇവർ ഒറ്റപ്പെട്ടുമാണ് നിൽക്കുന്നത് എന്നാണ്. അതായത് ഇവരെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, ഇവരും ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഇവരുടെ ഈ ഒരു മോശപ്പെട്ട സാഹചര്യവും അവസ്ഥയും ഇവരുടെ ഇമോഷൻസും എല്ലാം ഇവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ, വേറെ ആർക്കും മനസ്സിലാവത്തില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഇവർ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ, വേറെ ആരും അത് മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുമ്പോഴാണ് ആ മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിരിക്കുകയാണ്, അത് കാരണമാണ് അവർ ഒറ്റയ്ക്കിരിക്കുന്നത്. അതായത് ഇവർ ഇമോഷണലി ഡൗൺ ആകുമ്പോൾ ഇവർ മറ്റുള്ളവരോട് സംസാരിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഇവരുടെ വിഷമം ഇവർ തന്നെ സ്വയം ഇവരോട് തന്നെ പറഞ്ഞു തീർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത്, അതായത് ഈ ലോകത്ത് എത്ര തന്നെ മനുഷ്യരുണ്ട്, അവരുടെ ലൈഫിലൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലല്ലോ, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അനുഭവിക്കണമെന്ന് എനിക്ക് വിധിയുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് അവരോട് തന്നെ ചോദിക്കുകയാണ്. പക്ഷെ ഉള്ളിൽ ഇത്രയും വിഷമം വച്ചിട്ടാണെങ്കിലും ഇവർ അവരുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വളരെയധികം ബാലൻസിലാണ് ഇവർ എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്കൊരു വിഷമവുമില്ല, ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കുടുംബത്തിൻ്റെ മുന്നിൽ ഇവർ കാണിക്കുന്നത്. ഇവരുടെ എല്ലാ ഡ്യൂട്ടീസും ഇവർ എല്ലാം നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ജോബ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ജോബ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യം ഉത്തരവാദിത്തം ഇവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ, അവരുടെ മുന്നിൽ ഇവർ കാണിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇവർ വളരെയധികം തകർന്നിരിക്കുകയാണെന്ന് കാണിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഇമോഷൻസ് എല്ലാം ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്. ചില സമയം ഇവരുടെ കൺട്രോൾ വിട്ടു പോകുന്നു, അപ്പോൾ അബ്യൂസായിട്ടുള്ള വാക്കുകൾ ഇവർ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കും, പെട്ടെന്നായിരിക്കും ഇവർ പൊട്ടുന്നത്. അപ്പോൾ ആ പൊട്ടുന്ന സമയം ദേഷ്യവും വിഷമവും എല്ലാം കൂടെ മുന്നിൽ ആരാണോ നിൽക്കുന്ന അവരോടായിരിക്കും തീർക്കുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ചില സമയം ഇതേപോലെ ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞ് ദേഷ്യവും വിഷമവും എല്ലാം നിങ്ങളോടും കാണിക്കാറുണ്ട്. നിങ്ങളപ്പോൾ വിചാരിക്കും ഇവർ എന്താ ഇങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന്, ഇവർക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അവരുടെ ആ ഒരു ഇമോഷൻസ് പിടിച്ചു വയ്ക്കാനുള്ള കൺട്രോൾ പോകുമ്പോഴാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത്. ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളതും ദേഷ്യമായിട്ടുള്ളതുമായിട്ടുള്ള എനർജിയിൽ ഇവർ ആകുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഡൗട്ട് തോന്നും. അതായത് ഈ വ്യക്തി എന്താ ഇങ്ങനെ പെരുമാറുന്നത്, എന്താ ഇത്ര ദേഷ്യം, ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എനർജിയിൽ ഇവർ ആകുന്നത് അതുകൊണ്ടാണോ എന്നുള്ള ഡൗട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഉറപ്പായിട്ടും തോന്നും. പക്ഷെ അവർ ചോദിച്ചാലും ഇവർ പറയത്തില്ല. ഒരു ഷാഢ്യമായിട്ടുള്ള സ്വഭാവം, എൻ്റെ വിഷമം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ അവരെത്ര ചോദിച്ചാലും, ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ എത്ര ചോദിച്ചാലും ഇവർ തുറന്ന് പറയത്തില്ല. മറ്റുള്ളവർ ചോദിച്ച് വന്നാലും ഇവർ അവരിൽ നിന്ന് ഇഗ്നോർ ചെയ്യും. അതായത് എനിക്കൊരു കുഴപ്പവും ഇല്ല, നിങ്ങളൊന്നും പോയി തരാമോ എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ഇഗ്നോർ ചെയ്യും. ഇവിടെ ഇവർ ഇവരുടെ പവർ ഉപയോഗിച്ച് ഏതൊരു സിറ്റുവേഷൻ എൻഡാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇവർ ഇവരുടെ ആ ഒരു പവർ യൂസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കാൻ വേണ്ടി ആരോടും ഒന്നും സംസാരിക്കാതെ ഇവരുടെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഇവർ സ്ട്രെങ്തോടെ ഇരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ റിലീസാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് യൂണിയനിലാവാൻ വേണ്ടിയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്താക്കുവാൻ ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയാണ് പ്രശ്നമുണ്ടാക്കുന്നത് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ എന്താക്കിയിട്ട് നിങ്ങളുമായിട്ട് യൂണിയനിലാവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ
കൂടെ ജീവിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. അതായത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ സെപ്പറേഷനിലാണ് എങ്കിൽ ഇവരുടെ കൂടെ നിങ്ങൾ വേണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവർ. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാൻ ഇവർ തയ്യാറാണ്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി എൻഡാക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇനി അൺമാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ ജീവിതം, മാരേജ് ആയിട്ടുള്ള ആ ഒരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ കൂടെ വേണം എന്നതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുകളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവരുടെ സോളാർ പ്ലെക്സസ് ചക്ര ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹീൽ ചെയ്യുക നിങ്ങളപ്പോൾ. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു സമയം ഇവർ ഐസൊലേഷനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോയിലും ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാർണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വരാൻ പോകുന്ന സമയം എല്ലാം നേരെയാകുന്നതാണ്. ഇവിടെ 27 hours തൊട്ട് 48 hours വരെ നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനിലായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനൊന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ അനുഭവിച്ച സഫറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ഇവരുടെ ദുഃഖങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുകയുള്ളൂ. ഇവർ എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഇവർ ഒന്നും തന്നെ ഷെയർ ചെയ്യത്തില്ല. ഇങ്ങനെ എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരിക്കും. അതായത് ഞാൻ എൻ്റെ വിഷമം അവരോട് പറയണം എന്നുള്ള രീതിയിൽ ഈഗോ കാണിക്കും ഇവർ. ഈ ഒരു ടൈം പീരീഡ് ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുക. അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കത്തില്ല ഉണ്ടാവുക ഈ ഒരു ടൈം പീരീഡ്. അപ്പോൾ വരാൻ പോകുന്ന 27 hours തൊട്ട് 48 hours വരെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ പോകണ്ട. അതായത് അവരിൽ നിന്ന് കൂടുതലായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈം പീരീഡിൽ എൻ്റെ പേഴ്സൺ എനിക്ക് ഇപ്പോൾ മെസ്സേജ് ചെയ്യും, ഇപ്പോൾ കോൾ ചെയ്യും, അവർ എനിക്ക് വേണ്ടി ഇപ്പോൾ ആക്ഷൻ എടുക്കും, അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷനൊന്നും ഈ ഒരു ടൈം പീരീഡിൽ വയ്ക്കേണ്ട എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ജേണിയിൽ കൂടുതലായിട്ട് എക്സൈറ്റ് ആവാതിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ശാന്തമായിട്ടിരിക്കുവാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ലെസണാണ് നിങ്ങൾ പഠിച്ചത് അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ടായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എങ്കിൽ അതിനും ഒരു പ്രത്യേക കാരണമുണ്ടാകും. ചുമ്മാ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതായിരിക്കത്തില്ല, അതിനും ഒരു പ്രത്യേക കാരണം ഉണ്ടാകും. കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യാൻ നിങ്ങൾ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.